ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചൂസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വിഷു സ്പെഷ്യൽ റെസിപ്പിയായ വിഷുക്കട്ടയാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരെല്ലാവരും വിഷുവിൻ്റെ അന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് 1 കപ്പ് ഉണക്കലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്ക് കഴുകി കുറച്ച് നേരം കുതിർത്തി വയ്ക്കാം. ഇനി ഇതിലേക്ക് നാളികേരപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ 1.5 മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1.5 കപ്പ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജീരകം ചതച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. അരി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. 2-3 ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2-3 ഏലക്കായ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വെന്തോന്ന് നോക്കാം. ഇപ്പോൾ അരി നന്നായിട്ട് ഒരു 3/4 ഭാഗത്തോളം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ 1ാം പാൽ നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും അരിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വരും. ഇപ്പോൾ പാലൊക്കെ വറ്റി അരിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാം. നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മുറിച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ശർക്കരപ്പാനി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാതെയും നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.